ലൈഫ് വിത്ത് ന്യൂ ഐഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കമൻറ്റ് വന്നിട്ടുള്ളതാണ് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റിയുടെ ഫുൾ വീഡിയോ ചെയ്യാൻ. കുറച്ച് ലേറ്റായിപ്പോയി, സോറി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോ ആണ്. ഫ്രണ്ട് ഭാഗം പ്ലീറ്റഡും ബാക്ക് ചുരിദാർ കട്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 290 മീറ്റർ വരുന്ന നൈറ്റി പീസാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ 4ആയി മടക്കിയിട്ടുണ്ട്. ഇനി മെഷർമെൻ്റ് എടുക്കാം. ഇത് 54 ഇഞ്ച് ലെങ്ത്തും 40 ഇഞ്ച് ചെസ്റ്റ് അളവും ഉള്ള ഒരാൾക്കാണ്. ആദ്യം സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കാം. 6 ഇഞ്ച് ലെങ്ത്തും 6.5 ഇഞ്ച് വിഡ്ത്തുമാണ് സ്ലീവിന് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്യാനും 1/4 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തണം. എല്ലാം വേറെ വേറെ അടയാളപ്പെടുത്തുന്നതാണ് നല്ലത്. അതാവുമ്പോൾ അളവുകളൊന്നും മാറിപ്പോകില്ല. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ആം ഹോള് 6.5 ഇഞ്ചാണ്. ഷോൾഡർ എത്രയാണോ അത്ര തന്നെയാണ് ആം ഹോൾ എടുക്കേണ്ടത്. കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല, കാരണം നൈറ്റി ലൂസായിട്ടാണല്ലോ വേണ്ടത്. അതുകൊണ്ട് കുറച്ച് കൂടിപ്പോയാലും പ്രശ്നമില്ല. സ്ലീവ് കട്ട് ചെയ്യുന്നത് ഓപ്പൺ വരുന്ന ഭാഗത്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. നൈറ്റി കട്ട് ചെയ്യുമ്പോൾ അളവുകളെല്ലാം കൃത്യമായിരിക്കണം. കുറച്ച് കൂട്ടി തുണി കട്ട് ചെയ്താൽ നൈറ്റിയുടെ എല്ലാ ഭാഗത്തിനും തുണി തികയില്ല. അഡ്ജസ്റ്റ് ചെയ്ത് വേണം അളവെടുത്ത് കട്ട് ചെയ്യാൻ. അപ്പോൾ അളവെടുത്ത ഭാഗത്തു കൂടി സ്ലീവിനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. സ്ലീവിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു കട്ടിട്ട് കൊടുക്കണം. ഷോൾഡറുമായി ജോയിൻ ചെയ്യുമ്പോൾ സെൻറ്റർ പോർഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഇനി തുണി നിവർത്തി 2ആയി മടക്കി, അതായത് തുണി നീളത്തിൽ മടക്കിയിടുക. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇനി അളവെടുക്കുന്നത് താഴെ ഭാഗത്ത് നിന്നും മുകളിലേക്ക് ടോട്ടൽ ലെങ്ത് ആണ്. ഇങ്ങനെ അളവെടുക്കുമ്പോൾ യോക്ക് പോർഷന് തുണി തികയും, അല്ലെങ്കിൽ വേറെ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. താഴെ മടക്കിയടിക്കേണ്ട ഭാഗവും മുകളിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പും ഇതിൻ്റെ കൂടെ വേറെ മാർക്ക് ചെയ്യണം. ഇനി നെക്ക് മാർക്ക് ചെയ്യാം. ഇത് ജസ്റ്റ് കട്ട് ചെയ്യാൻ മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ. പേപ്പർ ക്യാൻവാസിലാണ് നെക്ക് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. 5.5 ഇഞ്ച് ലെങ്ത്തും 3.25 ഇഞ്ച് വിഡ്ത്തുമാണ് നെക്കിന് വേണ്ടത്. അത് മാർക്ക് ചെയ്ത് റൗണ്ടായി അടയാളപ്പെടുത്തുക. യോക്ക് ഭാഗത്തിൻ്റെ അളവ് 3 ഇഞ്ചാണ്. അതും ജസ്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്ലീവ് കട്ട് ചെയ്ത ഭാഗത്തു നിന്നും 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതായത് ഷോൾഡർ വരുന്നത് ഈ 2.5 ഇഞ്ചും 3 ഇഞ്ച് യോക്ക് ഭാഗവും തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ അളവ് കറക്റ്റ് ആകും. ആം ഹോൾ മാർക്ക് ചെയ്യുക. നെക്കിൽ നിന്നും, അതായത് ലെങ്ത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി 1/2 ഇഞ്ച് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് ഒരു മാർക്ക് കൊടുക്കുക. അത് തയ്യൽ തുമ്പായി പോകേണ്ട ഭാഗമാണ്. ഇത് ഇത്രയും ഭാഗം മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകും കേട്ടോ. ആം ഹോളിൻ്റെ റൗണ്ട് ആ കോർണറിൽ നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് റൗണ്ടായി വരയ്ക്കുക. അപ്പോൾ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യാം. ഈ മടക്കിയ ഭാഗം ഫ്രണ്ടിൽ ചുരുക്കിയിടാനുള്ളതാണ്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അതായത് നെക്ക് കട്ട് ചെയ്തതിൻ്റെ നേരെ താഴെ വരെ മടക്കി വെക്കാം. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി കട്ട് ചെയ്തെടുക്കാം. അളവെടുത്ത ഭാഗത്ത് ഒരു ചെറിയ കട്ടിടുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ജോയിൻ്റ് ആക്കുമ്പോൾ അളവ് കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കും. വളരെ എളുപ്പമാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് നോക്കാൻ. അത് ചുരിദാർ കട്ടാണ്. ചുരിദാർ കട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. എങ്കിലും ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ബാക്ക് ഭാഗം കട്ട് ചെയ്യേണ്ട പീസ്.
അതും രണ്ടായി മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി താഴേന്ന് മുകളിലേക്ക് ലെങ്ത് അടയാളപ്പെടുത്തുക. ഷോൾഡർ എത്രയാണോ വേണ്ടത് അതും അടയാളപ്പെടുത്തുക. എനിക്കിവിടെ 6.5 ഷോൾഡർ വേണ്ടത്, അപ്പോൾ 6.5 അടയാളപ്പെടുത്തുക. നെക്ക് 4 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചുമാണ് വേണ്ടത്. 2.25 ഇഞ്ച് വിഡ്ത്ത് വരുന്ന നെക്കിന് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി. കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 2.25 ആയിക്കോളും. ചെസ്റ്റ് 40 ഇനിയുള്ള മാർക്കിംഗ് ഒക്കെ സാധാരണ ചുരിദാർ കട്ട് നൈറ്റിക്ക് വേണ്ടുന്ന പോലെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. സാധാരണ ഉള്ളതുപോലെ തന്നെയാണ്. അപ്പോൾ അളവുകളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തെ പോർഷനിൽ, അതായത് വീഡിയോയിൽ കാണുന്നത് പോലെ താഴെ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതായത് സൈഡിൽ നിന്ന് മുകളിലോട്ടായിട്ട് ഒരു റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് തൂങ്ങിയ പോലെ ഇരിക്കും. അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് ബാലൻസ് വരുന്ന പീസാണ്. ഇതിനെ കൊണ്ട് വേണം യോക്ക് ഭാഗവും ക്രോസ് പീസൊക്കെ കട്ട് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. 2ആയിട്ട് മടക്കിയിട്ടാണ് ഉള്ളത്. തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. നെക്ക് ലെങ്ത്ത് 5.5 ഇഞ്ചാണ്, വിഡ്ത്ത് 2.25. ഇത് ക്യാൻവാസിൽ മാർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കേണ്ടിയിട്ട് 3 ഇഞ്ചാണ് യോക്ക് പോർഷൻ വേണ്ടത്. അതും അടയാളപ്പെടുത്തുക. ലെങ്ത്ത് 5.5 ഇഞ്ചാണ്. മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒരു ബോക്സ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ആ കോർണറിൽ നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് റൗണ്ട് ആക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യോക്ക് പോർഷൻ എല്ലാ ഭാഗത്തു നിന്നും 3 ഇഞ്ച് വരത്തക്ക രീതിയിൽ അടയാളപ്പെടുത്തി എടുക്കുക. എന്നിട്ട് അത് ശരിക്കും റൗണ്ടാക്കി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. പേപ്പർ ക്യാൻവാസ് 2ആയിട്ട് മടക്കിയിട്ടുള്ളത് കൊണ്ട് ഒരു വശം മാത്രമേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇനിയും മറ്റേ വശവും കൂടി മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമ്മുടെ നൈറ്റിയുടെ മെറ്റീരിയലിൻ്റെ പീസിൽ അയൺ ചെയ്ത് വെക്കാം. അപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് യോക്ക് വൃത്തിയായിട്ട് എടുക്കുക. ക്രോസ് പീസൊക്കെ ഇതിൻ്റെ ബാക്കി വരുന്ന പീസിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതായത് ജസ്റ്റ് ഒന്ന് സൈഡ് വലിച്ചു നോക്കുക. അപ്പം അത് വലിഞ്ഞു വരുന്ന ഭാഗം നോക്കിയിട്ട്, അതായത് ക്രോസ് പീസ് എല്ലാവർക്കും അറിയാമല്ലോ അത് കട്ട് ചെയ്യുന്ന വിധമൊക്കെ. അത് കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ കമൻ്റായിട്ടൊന്ന് അറിയിച്ചാൽ മതി, പറഞ്ഞു തരാം. അപ്പം ജസ്റ്റ് ഇങ്ങനെ വലിച്ചു നോക്കുക. നേരെയുള്ള ഭാഗം വലിച്ചു കഴിഞ്ഞാൽ വലിഞ്ഞ് നിൽക്കില്ല, ക്രോസ് ആയിട്ടുള്ള ഭാഗം മാത്രമേ വലിഞ്ഞ് നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് ഒരു 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് കൂടുതൽ വേണം, ബാക്ക് നെക്കിനും യോക്കിൻ്റെ പൈപ്പിംഗ് വെക്കാനും ഒക്കെ വേണം. അതുകൊണ്ട് അത് കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ക്യാൻവാസിൻ്റെ അതായത് യോക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടാനായിട്ട് ഒരു പീസ് വേണം. അതങ്ങനെ ബ്ലൂ കളറിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ, അടുത്ത ദിവസം സ്റ്റിച്ചിങ് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്നും ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്